പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് അമിത്ഷാ നിലപാട് വ്യക്തമാക്കിയത്. അതിനിടെ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം ധ്രുവീകരണമെന്ന് CPM-ഉം സർക്കാർ രാജ്യത്തെ അപകടത്തിലാക്കുന്നുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ആരോപിച്ചു. CAA നടപ്പിലാക്കുന്നതിലൂടെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും നിരവധി ദരിദ്രരായ ന്യൂനപക്ഷക്കാർക്ക് ഇന്ത്യയിലെത്താൻ BJP സർക്കാർ അവസരമൊരുക്കുന്നുവെന്ന കെജ്രിവാളിന്റെ പ്രസ്താവന വിവാദത്തിന് ഇടയാക്കി. CAAയുടെ കാര്യത്തിൽ സർക്കാരിന് ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് രാജ്യവ്യാപക ബോധവൽക്കരണം നടത്തുമെന്നും ആരുടെയും വാതിൽ കൊട്ടിയടയ്ക്കാനല്ല നിയമമെന്നും ദേശസുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി. കേരളമടക്കം നിയമം നടപ്പിലാക്കില്ലെന്ന് പറയുന്ന സംസ്ഥാന സർക്കാരുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഈ നിലപാടെന്നും പൗരത്വം കേന്ദ്ര സർക്കാരിന്റെ വിഷയമാണെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അമിത്ഷാ പറഞ്ഞു. അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വിമർശനവുമായി CPM-ഉം തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും രംഗത്ത് വന്നു. കേന്ദ്ര സർക്കാർ ക്രമസമാധാന നില തകർക്കുകയാണെന്നും ധ്രുവീകരണ ശ്രമമാണ് കേന്ദ്രത്തിന്റേതെന്നും പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തുന്നു. അതേസമയം CAA നടപ്പാക്കിയതിന് പിന്നാലെ അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കോടിക്കണക്കിന് ആളുകളുടെ കുടിയേറ്റമുണ്ടാകുമെന്ന ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള അഭയാർത്ഥികൾ കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. CAA നടപ്പാക്കുമ്പോൾ വലിയ കുടിയേറ്റത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുമെന്നും രാജ്യത്തെ ക്രമസമാധാന നില തകരുമെന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.